മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാത്തതുകൊണ്ട് ഇയാൾക്ക് കിട്ടിയ പനി എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. കാലൊടിഞ്ഞ് ഇപ്പൊ വീട്ടിലിരിപ്പാണ്. അതുകൊണ്ട് കുറച്ചു നാളായിട്ട് ഫുൾ ടൈം അയൽക്കാരെ നിരീക്ഷിക്കലാണ് പുള്ളിയുടെ പണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൊരാൾ വളരെ വിചിത്രമായി പെരുമാറുന്ന ഇവൻ കാണുന്നത്. അയാൾ തന്നെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവളെ കുറച്ചു ദിവസമായിട്ട് അവിടെ കാണുന്നില്ല. അപ്പൊ ഇവൻ നോക്കുമ്പോൾ അയാളുടെ ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി അടച്ചുകൊണ്ട് പോകുന്നതാണ്. അടുത്ത ദിവസം നോക്കുമ്പോഴാണ് കുറെ കത്തികളൊക്കെ വൃത്തിയാക്കുന്നത്. പിന്നെ ആ വീട്ടും നന്നായിട്ട് വൃത്തിയാക്കുന്നതാണ്. ഇവന് മനസ്സിലായി അയാൾ ഭാര്യയെ എന്തോ ചെയ്തതാണ്. അന്ന് രാത്രി ഇവന്റെ കാമുകിയെ കൊണ്ട് അയാളുടെ ഡോറിന്റെ അവിടെ കൊണ്ട് വെപ്പിക്കും. അയാൾ നോക്കുമ്പോൾ അതിനായിട്ട് എഴുതിയിരിക്കുന്നത് നീ അവളെ എന്താ ചെയ്തേന്ന്. അത് കണ്ട് അയാൾ പേടിച്ചു. പിന്നെ ഇവൻ അയാൾക്ക് ഫോൺ ചെയ്യും. പിന്നെ അയാളോട് പറയും ഇന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. അത് കേട്ട് പേടിച്ച് അയാൾ അവനെ കാണാൻ വേണ്ടി ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. പക്ഷെ ആ സമയം കൊണ്ട് ഇവന്റെ കാമുകി അയാളുടെ വീട്ടിൽ വിടും. അവൾ അതിനകത്ത് കയറി എന്തെങ്കിലും തെളിവുണ്ടോന്ന് നോക്കുന്ന സമയത്ത് അയാൾ തിരിച്ചു വരും. അത് കണ്ട് ഇവൻ ഉടനെ പോലീസിനെ വിളിച്ച് പറയും. കറക്റ്റ് സമയത്ത് പോലീസ് വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെടും. അപ്പോൾ അവൾ ഇവനെ എന്തോ വിരലുകൊണ്ട് കാണിക്കുന്നത് അയാൾ കാണും. അയാൾക്ക് മനസ്സിലായി ഈ ഫോട്ടോഗ്രാഫറാണ് ഇതിന്റെ പിന്നിലെന്ന്. പോലീസ് അവളെ അവിടെ കൊണ്ടുപോകും. ഇവൻ കരുതുവാണ് ഇനി അവിടെ നിന്നാൽ അയാളെ പോലീസ് പിടിക്കുമെന്ന് കരുതി അയാൾ നാട് വിട്ടു പോകുന്നു. പക്ഷെ അയാൾ എങ്ങും പോവാതെ നേരെ ഇവന്റെ മുറിയിൽ വരും ഇവനെ കൊല്ലാൻ. അയാൾ ഇവനെ ജനലിൽ നിന്ന് താഴെയിട്ട് കൊല്ലാൻ നോക്കും. ആ സമയത്താണ് അവന്റെ കാമുകി പറഞ്ഞ് എല്ലാം അറിഞ്ഞ് പോലീസുകാർ അവനെ രക്ഷിക്കാൻ വേണ്ടി നേരെ അവിടെ വരുന്നത്. പക്ഷെ ഇവൻ കൈ വിട്ട് ജനലിൽ നിന്ന് താഴത്തോട്ട് വീഴും. പോലീസുകാർ വന്ന് അയാളെ പിടിച്ചോണ്ട് പോകും. ഇപ്പൊ പുള്ളിക്കാരന്റെ 2 കാല് ഒടിഞ്ഞു പോയി. എന്നിട്ട് വീണ്ടും അവൻ പഴയതുപോലെ തന്നെ അയൽക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പണി എന്താണോ വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് സ്റ്റോറീസിന് വേണ്ടി നമ്മുടെ ചാനലായ മൂവിയോരെ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇനി ഇതുപോലുള്ള അടിപൊളി കഥയായിട്ട് വീണ്ടും വരാം.